2 ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും ചെയ്ത് തീർത്തില്ലേ? ഒരു 1800ഓളം പേര് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ളവരോടും ചെയ്തിങ്ങനെ പതിയെ പതിയെ പലരും അറിയിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ എത്തിയിട്ടുള്ളൂ. കുറേ ആൾക്കാർ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അന്നേരം ഇത് ചെയ്ത് തീർക്കുകയാണ്, പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോനു ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുറേ ദിവസം കഷ്ടപ്പെട്ട് അവിടെയൊക്കെയോ സെർച്ച് ചെയ്ത് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ച് 2 പൊട്ടിച്ച് ഞാനും അബിയും ദിൽഷാനും കൂടി 2 പൊട്ടിച്ചപ്പോൾ ശരിയായി. അപ്പോൾ അപ്പോൾ സംഭവം റെഡിയാണ്. പഠിക്കാന്നൊക്കെ പറഞ്ഞു, സെറ്റാക്കിയിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞത് എന്തായിരുന്നു പഠിക്കാൻ പറഞ്ഞത് എന്നോട്? പഠിക്കാൻ പറഞ്ഞതാ അത്ര ഓർമ്മയില്ല സോനു. പഠിക്കാൻ പറഞ്ഞത് ഇതാണ് അവസ്ഥ. ഇവിടെ സ്വന്തമായിട്ട് 2 ഒരു 4-5 ദിവസമായിട്ട് റിസർച്ച് അടിച്ചിരിക്കല്ലേ, കാര്യം ചെയ്ത് തീർക്കണം. ഓക്കെ, സീരിയസ് ആവ്. ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോനോട് വെച്ചിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞുതരാം എനിക്ക്, കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കാർട്ടൊക്കെ ഉണ്ടാക്കി, കാർട്ടിലെ ഐറ്റംസ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളത് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയില്ലേ, അജാക്സ് വെച്ചിട്ട് ചെയ്തു. ഐറ്റംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. മുകളിലവിടെ 1 2 3 എന്ന് പറഞ്ഞ നമ്പറൊക്കെ ടോപ്പ് ഹെഡറിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്, എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ കാർട്ടിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ID മാത്രമാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കൗണ്ടിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഒരേ പ്രൊഡക്റ്റിന് ഇപ്പോൾ നമുക്ക് ഒരു 5 8 ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൗണ്ട് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാർട്ടിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, കാർട്ടിൻ്റെ ഡാറ്റാബേസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ പലയിടത്തും മാറ്റമുണ്ട്. വെച്ചാൽ കാർട്ട് ആഡ് ചെയ്യണ പല കേസും നമ്മൾ പ്രൊഡക്റ്റ് ID മാത്രം ആഡ് ചെയ്ത് വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഡാറ്റാബേസിലൂടെ ആഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, എന്താ ചെയ്യുക? മുൻകൂട്ടി ചിന്തിക്കാത്തതല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെന്ന്. സിമ്പിളായിട്ട് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്, സിമ്പിൾ ആക്കിയതാ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, സാറില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മൾ അതും കൂടി ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് അടുത്തത്? ആഡ് ചെയ്തിട്ട് അതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് പ്ലസ് ബട്ടണും മൈനസ് ബട്ടണൊക്കെ ആക്ഷൻ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യം കൂടി പറയും. ഓർഡർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കാർട്ട് ഓർഡർ ചെയ്യണം, ചെക്കൗട്ട് ചെയ്യണം. ആദ്യം COD ചെക്കൗട്ട് കൊടുത്തിട്ട് ഓർഡർ വരുത്താം. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേണമെന്നുള്ളത് നമ്മളിങ്ങനെ കൺഫ്യൂഷനിലാണ്. നമ്മൾ റാസോർപേയോ പേടിഎമ്മോ ഗൂഗിൾ പേയോ പിന്നെന്താണ് പേപ്പാലോ ഏതെങ്കിലുമൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫോൺ പേയുടെ ഗേറ്റ് വേ ഉണ്ട്, പല പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. റാസോർപേയാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. റാസോർപേ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന റാസോർപേയാണ്. നമ്മൾ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിൽ റാസോർപേയുടെ ലിങ്കാണ് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അടുത്തതായിട്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് സ്വന്തം ഉണ്ടാക്കിക്കൂടെ? അത് വേറെ വലിയ പ്രൊജക്റ്റാണ്. ഓക്കെ, അങ്ങനെ ചെറിയ വലിയ ആഗ്രഹങ്ങളൊന്നും ചെറുതായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒന്നും കാശ് കൊടുക്കാതെ നമുക്ക് പേയ്മെൻറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൂടെ? അത് ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കണം. ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യും, വിസ മാസ്റ്റർ കാർഡ് ഇവരായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഇത്ര കാശ് ഡെപ്പോസിറ്റൊക്കെ വെച്ചിട്ട് പെർമിഷനൊക്കെ മേടിച്ചിട്ട് വേണം ഗേറ്റ് വേ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ചുമ്മാ കോഡ് ചെയ്തുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അതെന്താ വെച്ചാൽ നിങ്ങൾ വഴി പേയ്മെൻറ്റ് എടുത്തിട്ട് ആരെങ്കിലും കാശ് തട്ടിപ്പോയാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും പേയ്മെൻറ്റ് ഗേറ്റ് വേക്കാർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ. അല്ലാതെ ആർക്കെങ്കിലും പേയ്മെൻറ്റ് നടത്താൻ ഇപ്പോൾ റാസോർപേ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോലും അത് പിന്നെ പറയല്ലേ, ആ കഥ ഒന്നും പറയണ്ട. തൽക്കാലം നമുക്ക് ഐഡിയ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം സോനിനെ കൊണ്ട് പണിയെടുപ്പിക്കാം. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാർട്ടിൽ ഡാറ്റാബേസിൽ ഇത് മാറ്റണം. നമ്മളിപ്പോൾ കാർട്ട് ക്ലിയർ ചെയ്ത് വെച്ചാൽ ഡാറ്റാബേസ് ഇനിയിപ്പോൾ പുതിയത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് പ്രൊഡക്റ്റിന്റെ ID ഒരു അറയിലോട്ട് പുഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആഡ് ടു കാർട്ട്, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനുള്ളിൽ നമ്മളിപ്പോൾ ജസ്റ്റ് പുഷ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഓൾറെഡി കാർട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് പുഷ് ചെയ്ത് വെച്ചു. ഇത് ഇങ്ങനെ പുഷ് ചെയ്ത് വെച്ചാൽ പോരാ. അതിന് മുന്നേ കാർട്ടില്ലാത്ത കേസ് ന്യൂ കേസ് അതായത് പ്രോഡക്റ്റ്, അതായത് കാർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ. അതിൻ്റെ ഉള്ളിൽ പ്രോഡക്ട്സ് ഒരു അറേ,
ആ അറയിലോട്ട് ജസ്റ്റ് ഒരു പ്രോഡക്റ്റിൻ്റെ ഐ ഡി മാത്രം ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പം അതിന് മുന്നേ ഇവിടെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. ഒബ്ജക്റ്റ് ഐറ്റം അതായത് പ്രോഡക്റ്റിൻ്റെ ഐ ഡി, പ്രൊഡക്റ്റ് ഐ ഡി അവിടെ നിന്ന് വരുന്നത് പാരാമീറ്ററിലുണ്ട്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഇനിഷ്യലി 1 സെറ്റ് ചെയ്തു. ഇനി ഇവിടെ ഈ പ്രോഡക്ട്സിൻ്റെ അറയുടെ ഉള്ളിൽ ഇത് ഒഴിവാക്കിയിട്ട് അതിനുള്ളിൽ കൊടുക്കാം. അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിഷ്യലി. അതുപോലെ ഇനി കാർട്ട് ഉണ്ടെങ്കിൽ ഇനി പുഷ് ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റ് ഐ ഡി അല്ല, പ്രോഡക്റ്റിൻ്റെ ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? പക്ഷേ ഇപ്പോൾ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണ്ട, ക്വാണ്ടിറ്റി അല്ല, ഇതൊരു പുതിയ പ്രോഡക്റ്റ്, അതായത് കാർട്ടിലോട്ട് ഇടുവാണ്. ഓൾറെഡി ഉള്ള കാർട്ടിലുള്ളപ്പോഴോ? അതായത് ഇത് എൽസ് കേസ് പുതിയതുള്ളപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ യൂസർ കാർട്ടിൽ ഓൾറെഡി ഉണ്ട്, കാർട്ടിൽ ഐറ്റംസ് ഓൾറെഡി ഉണ്ടല്ലോ ഇവിടെ നോക്കുമ്പോൾ. ആ സെയിം പ്രോഡക്റ്റ് ആണെങ്കിൽ അപ്പോൾ ഐറ്റംസിൻ്റെ കൗണ്ട് ആഡ് ചെയ്യേണ്ടി വരും, ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും അല്ലേ? ചിന്തിക്കട്ടെ. പോയി പട്ടി തീർന്ന് ഞാൻ പോവാതെ എനിക്ക് വയ്യ. അവസാനം സോനു കണ്ടെത്തിയിട്ടുണ്ട്. സോനു കണ്ടെത്തി. അതായത് ആ പ്രോഡക്റ്റ് ആ കാർഡിൽ ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി നമ്മളടുത്ത് യൂസർ കാർഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ യൂസർ കാർഡിൻ്റെ ഉള്ളിൽ പ്രോഡക്ട്സിൻ്റെ ഉള്ളിൽ ആ പ്രോഡക്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഈ പ്രോഡക്റ്റ് ഐ ഡി ഉണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പ്രോഡക്റ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് യൂസർ കാർട്ടിലെ പ്രോഡക്ട്സ് എന്നുള്ള ഒരു അറേ ഉണ്ട്. അവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്. അതിൽ ഫൈൻഡ് ഇൻഡെക്സ് ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരു എലമെന്റ് ആ അറയിലുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ നമുക്ക് തരും. എന്നിട്ട് അപ്പോൾ ഫൈൻഡ് ഇൻഡെക്സ് അവിടെ നമുക്ക് പ്രോഡക്റ്റ് ഇനി ചെക്ക് ചെയ്യാൻ പോവാം. ഈ പ്രോഡക്റ്റിൻ്റെ ഐറ്റം എന്തിനോട് ഈക്വൽ ആവണം? ആ പ്രൊഡക്റ്റ് എന്താ ചെയ്യുന്നത് മനസ്സിലായില്ല. അത് ഫംഗ്ഷൻ ആരാ ഫംഗ്ഷനാ? നമ്മൾ ഫോർ ഈച്ച് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതായത് ഓരോ എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഈ ഫൈൻഡ് ഇൻഡെക്സിലും ഓരോ എലമെന്റ് എടുക്കും. അത് പ്രോഡക്റ്റിലെ വരിക. എന്നിട്ട് ആ പ്രോഡക്റ്റിന്റെ ഐറ്റം നമ്മൾ ഈ പ്രോഡക്റ്റ് ഐ ഡി ആയിട്ട് പാരാമീറ്റർ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ഐ ഡി ആയിട്ട് മാച്ച് ചെയ്യും. അങ്ങനെ മാച്ച് ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് വാല്യൂ നമുക്ക് തരും. വേണേ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഡോട്ട് ഐറ്റം കിട്ടു പ്രോ ഐ ഡി. ഓക്കെ, ഐ ഡി ക്യാപിറ്റൽ ആണ്. സോറി, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനീഷ്യൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. പ്രോഡക്ട്സ് വന്നു, അറേ ഉണ്ട്, അതിൽ ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ക്വാണ്ടിറ്റിയും വന്നു. ഇനി ഈ സെയിം പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 0, അതായത് ആ അറയിൽ 0th എലമെന്റ് ഈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത്. -1 ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് അറയിൽ ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം. എഴുതിയാൽ പോരെ, ഇട്ടാൽ പോരെ. നോട്ട് ഈക്വൽ ടു -1 ഒരു കുഴപ്പമില്ല. നോട്ട് ഈക്വൽ ടു ആ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട് എന്നാ. അങ്ങനെ വരുന്ന കേസിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി മാത്രം നമുക്ക് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇല്ല. നോട്ട് ഈക്വൽ ടു അതായത് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതും
അപ്ഡേറ്റിൽ ഇവിടെ നമുക്ക് ഈ അപ്ഡേറ്റിൽ നമുക്ക് മാച്ച് ചെയ്യിക്കണം എന്തുമായിട്ട്, ആ പ്രൊഡക്റ്റ് ഐറ്റമായിട്ട്. ശരിയല്ലേ? അതായത് കാർഡിലിരിക്കുന്ന പ്രോഡക്ട്സ് ഡോട്ട് ഐറ്റം, കാർട്ടിലെ പ്രോഡക്ട്സിൻ്റെ ഐറ്റം നമ്മുടെ ഒബ്ജക്റ്റ് ഐ ഡി ഓഫ് പ്രോ ഐ ഡി, അതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി എന്താണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത്? ഏജൻസി, അതായത് ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇനി എന്താണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് പ്രോഡക്ട്സ് ഡോട്ട് എന്തായിരുന്നു ക്വാണ്ടിറ്റി ഓക്കെ. ഇൻക്രിമെൻ്റ് ആവുന്നുണ്ടോ നോക്കാം, ചെക്ക് ചെയ്യാം. റെസ്പോൺസും കൊടുത്തിട്ടില്ല. ഇവിടെ എറർ വന്നേ, മോഡിഫയർ ഓപ്പറേറ്റ് നോർ ഫീൽഡ് ബട്ട് വി ഫോൺ എ സ്ട്രിംഗ് ഇൻസ്റ്റഡ്. സോറി, ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ മറന്നു. അതായത് എത്രയാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടതെന്ന്. ഇൻക്രിമെന്റ് ചെയ്യേണ്ട വാല്യൂ അവിടെ കൊടുക്കണം അല്ലേ? ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഈ പ്രോ അക്സിസ്റ്റ് എന്താ നോക്കിയെന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ യൂസർ കാർഡ് എടുത്തുകൊണ്ട് ഡാറ്റാബേസിൽ നിന്ന് എടുത്തുകൊണ്ടിട്ടുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻഡ് ഇൻഡെക്സ് എന്ന ഫംഗ്ഷൻ വിളിച്ചത്. അത് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, പ്രൊഡക്ട്സ് അറേ ആയതുകൊണ്ട് ഒബ്ജക്റ്റിൻ്റെ അറേയാണ്. അപ്പോൾ അറേ ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഓരോ ഒബ്ജക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റിലോട്ട് വരികയാണ്. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റിലോട്ട് ഐറ്റം എടുത്തിട്ട് പ്രൊഡക്റ്റ് ഐ ഡി ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. എന്നിട്ടിട്ടുള്ള വാല്യൂ ആണ് ഈ പ്രോ അക്സിസ്റ്റിലുള്ളത്. ഈ പ്രോ അക്സിസ്റ്റാണ് നമ്മൾ -1 നോട്ട് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 or 3 എന്തോ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ എം ടി അല്ല, ആ പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട് കാർട്ടിൽ എന്നുള്ളതാണ് മനസ്സിലായത്. ആ കേസിലാണ് നമ്മളിത് എന്ത് ചെയ്യണത്, ഏതാണ് ഐറ്റം എന്നുള്ളത് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മാച്ച് ചെയ്ത് കിട്ടിയ സംഭവം പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. നമുക്ക് ആ കേസിൽ നമ്പർ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്യണം, പ്രൊഡക്റ്റിൻ്റെ നമ്പർ മാത്രം. ആ പ്രൊഡക്റ്റിൻ്റെ എന്താണ് ക്വാണ്ടിറ്റിയാണ് നമ്മളോട് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അത് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ളതാണ് ഈ രീതിയിൽ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കൊടുത്തല്ലേ. ഇനി അതിൻ്റെ എൽസ് കേസ് കൂടെ എഴുതണ്ടേ? ചെക്ക് ചെയ്തിട്ടില്ല, നോക്കുക. സോറി, ഈ ഡോളറോട് വേണ്ട. ഓക്കെ അല്ലേ? ആഡ് ചെയ്യണം അല്ലേ? ആഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഡാറ്റാബേസിൽ മാറി നോക്കട്ടെ. മാറിയിട്ടില്ല. ഇത് പ്രോഡക്ട്സ് ഒരു അറേ ആയതുകൊണ്ട് അറയിൽ ഓരോ എലമെന്റ് അല്ലേ, അതിന്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സിമ്പിൾ യൂസ് ചെയ്യണം. അതായത് പ്രോഡക്ട്സ് ഡോട്ട് ഡോളർ. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാം. അവിടെ അങ്ങനെ സിമ്പിൾ അപ്പ് യൂസ് ചെയ്യണോ അറേ ആയതുകൊണ്ട്? അതെ, അതായത് നമ്മൾ അറയിലെ ഒരു എലമെന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ട്. അങ്ങനെ തന്നെയാണോ? അതിനൊക്കെ ഒരു റൂൾ ഉണ്ട്. വേണമെങ്കിൽ മോംഗോഡിബിയുടെ ഡോക്യുമെന്റ് എടുത്ത് അത്രയ്ക്ക് പോണ്ട. അത് നോക്കിട്ടാ, സിൻടാക്സ് നോക്കിയേക്ക്. എന്തുകൊണ്ടാണ് ആ ഡോളർ സിമ്പിൾ അവിടെ ഇട്ടെന്നുള്ള നോക്കിയേക്ക്. ഞാൻ നോക്കുന്നില്ല, സോനു പറഞ്ഞതാണ്. പറഞ്ഞ മോംഗോഡി ഡോക്യുമെന്റ് വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. വേണ്ട വേണ്ടല്ലേ? എനിക്ക് അത്രയ്ക്ക് പോകാൻ വയ്യ. പിന്നെ കൂടുതൽ വന്നിട്ടുണ്ടല്ലേ? നേരത്തെ വന്നതാ. നേരത്തെ ചെക്ക് ചെയ്തൊക്കെ വന്നതാണ്. ഇനി ഒന്നുകൂടി റിക്വയർ ചെയ്ത് നോക്കുക. 3 ആവാൻ നോക്കാം. അല്ല, ഞാൻ പരിപാടി നിർത്തുകയാണ്, എന്നെ കൊണ്ട് വയ്യ. എന്താ നിൽശാനം എടുത്തില്ലേ? ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യ് കുട്ടാ. ഇനി ഓപ്പൺ ചെയ്യ്. ഇനി റീഫ്രഷ് അടി. 3 വന്നിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് വന്നു, കുഴപ്പമില്ല. ഇനി കോഡ് എടുക്ക്. ഇനി അല്ലാത്ത കേസ്
അല്ലാത്ത കേസ് ആ വേഗം ചെയ്ത് തീർക്ക്. അതായത് അതിന്റെ അല്ലാത്ത കേസിൽ ഇതന്നെ ഈ സെയിം സാധനം മതി. സെയിം സാധനം മതിയോ? പ്രോബ്ജക്റ്റ് ആഡ് ചെയ്താൽ മതിയോ? അത് പോരല്ലോ, അത് മതിയോ? അല്ലാത്ത ഫൈൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? അതായത് നമുക്ക് ഓൾറെഡി പ്രോഡക്റ്റ് അത് ഇല്ല, അറയിൽ ഇല്ല. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ചെയ്തില്ല. എൽസ് ചെയ്താ അതൊക്കെ ചെയ്തരാം. ഇവിടെ നമുക്ക് റിസോൾവ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസോൾവ്. ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഇതിലോട്ട് പുഷ് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, വേറെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോവാം. എൻ്റെ പ്രൊഡക്റ്റ് ആഡ് ആയി, ഡാറ്റാബേസ് പോയി നോക്കാം. അവിടെ ഉണ്ടാവുന്ന സോനു പോലും ഉറപ്പില്ല. വന്നു. ഫസ്റ്റ് ഐറ്റം 3 ഉണ്ട്, സെക്കൻഡ് ഐറ്റം 1. രണ്ടാമത്തെ ഐറ്റം ഒന്നും ആഡ് ചെയ്തേ? ആഡ് ചെയ്തു. ഡാറ്റാബേസ് എടുത്തേ, റിഫ്രഷ് അടിച്ചേ. സമാധാനം വന്നു. ഓക്കെ അല്ലേ? ഇനി എവിടെ നമുക്ക് കൗണ്ട് മാറണം? കാർട്ടില് ഇവിടെ കൗണ്ട് മാറാൻ കാർട്ട് എടുക്കിഞ്ഞി കാർട്ടില് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന് കൗണ്ട് വരണ്ടേ? അതായത് ഈ കൗണ്ട് ചെക്ക് ചെയ്യുന്നത് ഇവിടെ അല്ലേ ഉദ്ദേശിച്ചത്? കാർട്ട് എന്താ കാണാത്ത? മാറിയോ? ഇനി എടുക്കുമ്പോഴും വേറെ രീതിയിൽ എടുക്കണം. ഇനി അത് ചെയ്യ്, സമയം കളയണ്ട. ഓക്കെ ഓക്കെ, വേഗം വേഗം വേഗം. ഇപ്പൊ ഇത് എവിടെ ഞാൻ പറഞ്ഞത് ഗെറ്റ് കാർട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ എടുത്തോണ്ടിരുന്നത്. ഇനി ഇങ്ങനെ എടുത്താൽ പോരാ. ഒരു മിനിറ്റ് നോക്കട്ടെ. കാർട്ട് ഐറ്റംസ് എടുത്ത് അഗ്രിഗേറ്റില് ഇത് ഞാൻ മറന്നുപോയി. എന്താ ചെയ്തിരുന്നത്? നിനക്ക് മറക്കാമോ? സീരിയസ് ആയിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞു. ഓക്കെ, അതായത് കാർട്ടിൽ പോയിട്ട് നമ്മൾ ഈ യൂസറിന്റെ ഒബ്ജക്റ്റ് ഐ ഡി വെച്ചിട്ട് മാച്ച് ചെയ്തിട്ട് ആ യൂസറിന്റെ കാർട്ട് എടുത്തുകൊണ്ട് വന്നു. ആ കാർട്ടിൽ പ്രോഡക്ട്സിന് ഒരു അറേ ഉണ്ട്. ആ അറയിൽ പ്രോഡക്ട്സിന്റെ ഒബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഇതുണ്ട്, ഐഡിയസ് മാത്രം അറയിൽ കയറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് പിന്നെ ആ ഐഡി എടുത്തിട്ട് പ്രോഡക്റ്റിന്റെ കളക്ഷനിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വരിക. അതിനാണ് ലുക്കപ്പ് യൂസ് ചെയ്ത്. ഈ ഇന്നെന്ന് പറഞ്ഞില്ലേ, അതായത് പ്രോഡക്റ്റ് ലിസ്റ്റില് ഐഡീസിന്റെ ലിസ്റ്റ് ഉണ്ട്. അത് പ്രോഡക്റ്റിന്റെ കളക്ഷനിലെ ഐഡി ആയിട്ട് മാച്ച് ചെയ്തിട്ട് എടുത്തോണ്ട് വരും. പിന്നെ ഇങ്ങനെ ചെയ്താൽ പോരാ. ഇത് നമുക്ക് ഈ ലുക്കപ്പ് എടുത്ത് കളയാം. അതവിടെ എഴുതി വെച്ചോ, കമന്റ് ചെയ്ത് വെച്ചാൽ തൽക്കാലം നോക്കേണ്ടി വരും. നിനക്ക് അവസാനം പൊട്ടും. പൊട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ അവിടെ വെച്ചുതരാം. ഓക്കെ, അതായത് കാർട്ട് എടുത്തു. കാർട്ട് എടുക്കുന്ന സമയത്ത് അത് എങ്ങനെ വരുന്നു ചെക്ക് ചെയ്യാം നമുക്ക്. മോങ്കോഡിബിയിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ട്. മോങ്കോഡിബിൻ്റെ ഒരുപാട് നല്ല ട്യൂട്ടോറിയൽസ് വാച്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഡാറ്റാബേസ് കുറേ. ഇപ്പം നമ്മൾ ബേസിക് റെഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ഡോക്യുമെൻറ്റ് പലതും നോക്കുക, പല രീതിയിൽ ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതെങ്ങനെ വന്നു, അടുത്ത പ്രോജക്റ്റിൽ ഞാനെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഡാറ്റ മോങ്കോഡിബി ഡീപ്പായിട്ട് പഠിക്കുക. അതന്നെ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഇനി കുറേ സാമ്പിൾസ് ഇതേമാതിരി കിട്ടുമ്പോൾ മനസ്സിലാവും. പിന്നെ സോനുവിൻ്റെ മാതിരി സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കുക. 2 വഴിയുണ്ട്. സോനുവിൻ്റെ പോയല്ല, ഏതൊരാളും സെർച്ച് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കുന്നത് ആണ്. പറിച്ചുകൊണ്ട് വരുന്നില്ലല്ലോ. ആ ചളിയിടണോ? ഞാനൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അത് ചളിയാണ്. നിന്റെ മാനത്തിന് പ്രശ്നമില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. മാവുമെന്ന് പറിച്ചുകൊണ്ടിരാതൊക്കെ കോൺസെൻട്രേഷൻ പോകുന്നു. അതായത് ജസ്റ്റ് കാർട്ട് എങ്ങനെ വരുന്നത് ചെക്ക് ചെയ്യുക. സ്ട്രക്ചർ ഞാൻ അവിടെ കൺസോൾ ചെയ്തു. ഇത് നമുക്ക് ഈ സെഷൻ ഉണ്ടല്ലോ, നമുക്ക് മോങ്കോഡിബി വെച്ചിട്ട് സ്റ്റോർ ചെയ്യണേ. ഇത് സെർവർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് ക്ലിയർ ആയി പോകും. മോങ്കോഡിബി വെച്ചിട്ട് സ്റ്റോർ ചെയ്യണം. അടുത്ത ലെവൽ ചെയ്യാം. അതും കാണിച്ചു കൊടുക്കാം. അത് കാണിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാണിച്ചു കൊടുത്ത് ഓർഡർ സിസ്റ്ററും കാണിച്ചു കൊടുത്ത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യില്ലേ, അവസാനിപ്പിക്കല്ലേ? മതി അല്ലേ?
പിന്നെ എക്സ്ട്രാ ഉള്ള സംഭവങ്ങൾ എക്സ്ട്രാ ആയിട്ട് വേറെ വേറെ വീഡിയോ എടുത്ത് തരാം. ആ അതായത് കാർട്ട് ഐറ്റംസ് വന്നത് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാർട്ട് ഐറ്റംസ് വന്നത് ഇങ്ങനെയാണ്. ഐ ഡി ഉണ്ട്, യൂസർ ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. ഇനി ഈ പ്രോഡക്ട്സിന്റെ ഉള്ളിലാണ് ഡാറ്റ ഇരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് എലമെന്റ് എടുത്ത് നോക്കാം. നമുക്ക് സ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് കുറെ എഴുതാൻ പറ്റും. ഐറ്റം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഓരോ ഐറ്റം ഉണ്ടല്ലോ, ആ ഓരോ ഐറ്റം നമുക്ക് ഈ ഒരു അറേൻ്റെ പുറത്തോട്ട് എടുക്കണം. ആ അറേൻ്റെ ഉള്ളിലുള്ള ഓരോ ഐറ്റത്തിൻ്റെ ഐ ഡി പുറത്തോട്ട് എടുക്കണം. മനസ്സിലായില്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് എടുക്കുക എന്തിനാ? എന്നിട്ട് ആ ഐ ഡി മാച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ കളക്ഷനിൽ പോയിട്ട് വേണ്ട പുറത്തോട്ട് എടുക്കണ്ട. ഇതിൽ എഴുതിയാൽ പോരെ ലുക്കപ്പിൽ? ഈ ലുക്കപ്പിൽ എഴുതിയാൽ പോരെ? അല്ല, ഞാൻ വേറെ മെത്തേഡ് പറഞ്ഞുതരാം. വേറെ വേറെ നമുക്ക് ടെക്നിക്കൽ യൂസ് ചെയ്യാം. വേറെ ടെക്നിക്ക് ഉണ്ട്, ആയിക്കോട്ടെ. അൺവൈൻഡ് ചെയ്യും നമ്മൾ. അതായത് പ്രോഡക്ട്സ് ഡോട്ട് ഐറ്റം, പ്രോഡക്ട്സ് എടുക്കാം. അൺവൈൻഡ് ചെയ്തു. അൺവൈൻഡ് ചെയ്യാന്ന് കാണിച്ചു തരാം എന്താ എങ്ങനെ വരുന്നതെന്ന്. ഇപ്പം മനസ്സിലാവും. അതായത് ഡോളർ പ്രോഡക്ട്സ്, പ്രോഡക്ട്സിൽ ഇനി പ്രോഡക്ട്സ് എടുത്ത് ഒഴിവാക്കാം. കാർട്ട് ഐറ്റംസ് മാത്രം ഡിസ്പ്ലേ ചെയ്യാം നമ്മൾ. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? എന്തിനായിരുന്നു ഇത് പ്രോഡക്ട്സിൻ്റെ ഉള്ളിൽ പ്രോഡക്ട്സിൻ്റെ ഐ ഡി ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, നമ്മളിനി അത് ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ പോവാം. അതായത് ആ അറേ ആയിട്ട് മാറ്റാം. അതായത് പ്രോഡക്ട്സിൻ്റെ അറേ ആയിട്ട് മാറ്റാൻ പോവാം. ഇത് ഈ കാർട്ട് നോർമലി എന്താ ചെയ്തത്? ഒരു ഒബ്ജക്റ്റ്, കാർട്ടിൻ്റെ ഒബ്ജക്റ്റ് അതിൻ്റെ ഉള്ളിൽ അറേ ആയിരുന്നു. പകരം ഇനി പ്രോഡക്ട്സിൻ്റെ അറേ ആക്കി മാറ്റി. അതായത് ഓരോ പ്രോഡക്ട്സിനും ഓരോ ഒബ്ജക്റ്റ് വന്നു. ഇപ്പോൾ സെയിം യൂസർ, സെയിം കാർട്ട് ഐ ഡി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ലുക്കപ്പ് ചെയ്യണമെങ്കിൽ അതിന് സ്ട്രക്ചർ വേണം. അപ്പം അതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കും. നമുക്കെന്താ വേണ്ടത്? ഐറ്റം പറഞ്ഞിട്ട് പ്രോഡക്ട്സ് ഡോട്ട് ഐറ്റം, ക്വാണ്ടിറ്റി പ്രോഡക്ട്സ് ഡോട്ട് ക്വാണ്ടിറ്റി, സിംഗിൾ ക്വാണ്ടിറ്റി. ഇനി ആ ഡോളർ സിമ്പിൾ ഇപ്പുറത്താണ് അല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതറിയല്ലോ. ഓക്കെ, ഇപ്പോഴത്തെ കേസിൽ അറിയാമല്ലോ അല്ലേ? ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഇനി എങ്ങനെ വരും നോക്കാം. കിട്ടി, കിട്ടിയല്ലോ, വന്നല്ലോ. ഐ ഡി സാധനം മാത്രം വന്നല്ലോ. പ്രൊഡക്റ്റ് ഐ ഡി കൊണ്ട് മാത്രം വന്നു. ഐ ഡി ഐറ്റം, സോറി പ്രോഡക്ട്സ്, ക്വാണ്ടിറ്റിൻ്റെ പ്രോഡക്ട്സ് എസ് ഇടാൻ പറഞ്ഞാൽ ആണ് ക്വാണ്ടിറ്റി വരാൻ. ഇപ്പം കണ്ടില്ലേ? കാർട്ടിൻ്റെ ഐ ഡി ഉണ്ട്, ഐറ്റം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി നമുക്ക് ലുക്കപ്പ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ലുക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാം.
അൺബൈൻഡ് ചെയ്ത് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞെടുത്ത് ആ ഇനി പ്രൊഡക്ട്സ് പോയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരണം. താഴത്തെ കൂടെ അതേമാതിരി തന്നെ എടുത്തോണ്ടാ പോരെ. അതിൻ്റെ ആവശ്യമില്ല. ഇനി വേറെ സിമ്പിളായിട്ടുള്ള ഒരു വേറെ സാധനമുണ്ട്, പൈപ്പ് ലൈൻ ഇല്ലാതെ തന്നെ. ഈ പൈപ്പ് ലൈൻ എന്താ യൂസ് ചെയ്യുന്നത്? അതായത് ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ കുറേ ചെക്ക് ചെയ്യാണ്ടായിരുന്നു. ഇവിടെ ചെക്കിംഗ് ഇല്ല, ഡയറക്റ്റ് മാച്ച് ചെയ്യിച്ചാൽ മതി. ഇത് എവിടെ നിന്നാണെന്നുള്ളത് കണക്ഷൻ ഡോട്ട് പ്രൊഡക്റ്റ് കളക്ഷൻ ലോക്കൽ ഫീൽഡ്. അതായത് നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇത് പുതിയൊരു കേസിൽ ഒരാൾ ചെയ്യുമ്പോഴേ മൊത്തത്തിൽ ഡൗട്ട് ഔട്ടാ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ പോയാൽ കഥ പറയാം നമുക്ക്. ഇപ്പോൾ ചെയ്തോ കിട്ടുമോ നോക്കാം ആദ്യം. കിട്ടിയിട്ട് കഥ പറയാം. കഥ പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലും അല്ലേ. ലോക്കൽ ഫീൽഡിൽ ഐറ്റം, അതായത് ഇവിടുത്തെ ഐറ്റം പ്രൊജക്റ്റ് ചെയ്തില്ലേ, അത് നമ്മൾ ലോക്കൽ ഫീൽഡാക്കി വെച്ചു. അത് കാട്ടിൽ നിന്ന് വരുന്നത്. എന്താ ലോക്കൽ ഫീൽഡ്? അതായത് നമ്മൾ പ്രോഡക്ട്സ് എടുക്കുന്നത്, നമ്മളത് ഇൻപുട്ട് ഉള്ളത് കാട്ടിൽ നിന്ന് എടുത്തുള്ള, അതാണ് ലോക്കൽ ഫീൽഡ്. ഫോറിൻ ഫീൽഡ്, അതായത് പ്രോഡക്ട്സ് കളക്ഷനിലെ അത് എന്ത് ഫീൽഡാണെന്നുള്ളത്. SQL അടിച്ചൊക്കെ ഫോറിൻ കീ ഒക്കെ പറയില്ലേ, ID. ഇതിവിടെ ഇത് വേണ്ട, ഐറ്റം മാത്രം മതി. ഇനി എന്തായിട്ടാണെന്ന് പ്രോഡക്ട്സ് ആയിട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. എന്താ പ്രോഡക്ട്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. എവിടെ വരുന്നത്? ആസ് പ്രോഡക്ട്സ് അവിടെ സിംഗിൾ കോഡിലിടണം. സിംഗിൾ കോഡിലിടണം. ഇപ്പോൾ വന്നോണ്ടോ ഫസ്റ്റ് ഒബ്ജക്റ്റിൽ കാർട്ടിൻ്റെ ID, ആ പ്രോഡക്റ്റിൻ്റെ ID, അത് ക്വാണ്ടിറ്റി, ഈ പ്രോഡക്ട്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ അതും കൂടെ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. എനിക്കല്ല, അല്ല അത് കണ്ടാലേ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ കാർട്ട് ഐറ്റംസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് അതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, അതിൻ്റെ ID നെയിം കാര്യങ്ങളൊക്കെ വന്നു. ഇനി ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പേജ് ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം, ഇത് മൊത്തം കൊടുക്കാം. കാർട്ട് ഐറ്റംസ് മൊത്തം കൊടുത്തു. ഈ റിസോൾവിൽ കാർട്ട് ഐറ്റംസ് മൊത്തം കൊടുത്തു. ഇനി ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇനി കോഡ് വേണ്ടല്ലോ. അതാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് ഇത്രയൊക്കെ അറിയുന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ കാണാൻ പിടിച്ച ഇതൊക്കെ ഇത് യൂസേഴ്സിൽ കാർട്ട്, അതായത് കാർട്ടിലോട്ട് പ്രോഡക്ട്സ് എടുത്തു, പ്രോഡക്ട്സ് കൊടുത്തു. പ്രോഡക്ട്സിൽ എല്ലാം ഉണ്ട്. ഇനി പ്രോഡക്ട്സ് വ്യൂ കാർട്ട്. ഇനി ഈച്ച് പ്രോഡക്ട്സ് അല്ലേ, ഈച്ച് പ്രോഡക്ട്സിൽ അതിൽ തന്നെ ഇവിടെ നെയിമും ഇമേജും അല്ലേ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈച്ച്, അതായത് പ്രോഡക്ട്സിൻ്റെ ഉള്ളിൽ വേറൊരു ഇത് വരുന്നുണ്ട്, പ്രോഡക്ട്സ് വരുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ മൊത്തം സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മൊത്തം സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നോ? ഉണ്ട്. അത് സെൻഡ് ചെയ്യണം. നമുക്ക് കാർട്ടിൻ്റെ ഐഡിയ വേണം. മനസ്സിലായില്ലേ? അതായത് ഓരോ പ്രോഡക്റ്റിൻ്റെയും ഉള്ളിൽ
അത് ഒന്ന് സ്ട്രക്ചർ ഒന്നുകൂടി ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ കറക്റ്റ് കിട്ടും. അതല്ലേ ഓ എവിടെയായിരുന്നു സെൽഫുള്ള കാർട്ട് ഐറ്റംസ് ഓൾറെഡി വേറെ കൺസോൾ ചെയ്യുന്നുണ്ട്, അവിടെ വേണ്ട. ഇതാണ് ഡാറ്റ ഇല്ലേ. ഇനി കണ്ടില്ലേ, ഇതിപ്പോൾ ഓരോ പ്രൊഡക്റ്റ് എടുത്തു അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രൊഡക്റ്റിൻ്റെ ഇവിടെ പ്രൊഡക്ട്സ് എന്ന് എഴുതണ്ടല്ലോ, അത് പ്രൊഡക്റ്റ് അല്ല ശരിക്കും. ആ മതി, ഒരു പ്രൊഡക്റ്റ് അല്ല, ഓരോന്നിൽ വരുള്ളൂ. ആ പ്രൊഡക്റ്റ്. ഇനി പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കൊടുക്കണോ? വേണ്ട. ഈച്ച് ദിസ് ഡോട്ട് പ്രോഡക്റ്റ്. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. ആ അതായത് ആ പ്രൊഡക്ട്സിൻ്റെ ഉള്ളിൽ ഒരു അറേ ആയിട്ടാണ് ആ ഡീറ്റെയിൽസ് ഇരിക്കുന്നത്. അതിന് അവിടെ ഇട്ടത് കൗണ്ട് അതല്ലേ? കൗണ്ട് വേറെ ആയിട്ട് നമ്മൾ കയ്യിലുണ്ട്. നെയിം മാത്രമല്ല, നെയിമും ഇമേജും. ഇനി കൗണ്ട് നമുക്ക് ഇവിടെ അല്ലേ, അതായത് ഡോട്ട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കൊടുത്ത്. എനിക്ക് എന്നോട് തന്നെ ചരിതാർത്ഥ്യം. ഇത് കൊടുത്തൊക്കെ മനസ്സിലായി എനിക്ക്. അതായത് ഈച്ച് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. ഈ അറിയണ്ടോ കൺസോൾ ഈ അറിയുണ്ടോ പുറത്തത്തെ അറേ, അതാണ് ആദ്യം കൊടുക്കുന്ന ഈച്ച് പ്രൊഡക്ട്സ്. അതിൻ്റെ ഉള്ളിൽ ഈച്ച് ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞതാണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു പ്രൊഡക്ട്സ് ഉണ്ട്, ഡിസ്പ്ലേ ചെയ്തപ്പോൾ അതിന് മുന്നത്തെ ഡിസ്പ്ലേ പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ദിസ് ഡോട്ട് പ്രൊഡക്റ്റ്. എന്നിട്ട് അതിൽ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡിയ ഒക്കെ അവിടെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ആ ഈച്ച് ഇവിടെ അവസാനിപ്പിച്ചിട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ ഇവിടെയുള്ളതാണ്, അതിൻ്റെ പുറത്താണ് ക്വാണ്ടിറ്റി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ദിസ് ഡോട്ട് ക്വാണ്ടിറ്റി ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ കാർട്ടിൽ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കാർട്ടിൽ ഐറ്റംസ് കൗണ്ടൊക്കെ കാണിക്കുന്നത് എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൗണ്ട് മാറണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യണം. അതുപോലെ റിമൂവ് ബട്ടൺ വർക്ക് ചെയ്യിപ്പിക്കണം. ഒന്ന് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും സോനു കണ്ടുപിടിച്ചിട്ട് വരട്ടെ, അടുത്ത ദിവസം കാണാം നമുക്ക്.